ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇവിടെ ഒരു ആക്സിലറേറ്റഡ് ഫ്രെയിം ഉണ്ട്. ശരി, നോർമൽ കോണ്ടാക്ട് ഫോഴ്സ് എങ്ങനെ കണ്ടെത്താൻ? നോർമൽ കോണ്ടാക്ട് ഫോഴ്സ് ദാറ്റ് ഈസ് എൻ മൈനസ് എം ജി ദാറ്റ് ഈസ് ഇക്വൽ ടു എം എ. സോ ഞാൻ ഗ്രൗണ്ട് ഫ്രെയിം എന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് എം എ പ്ലസ് എം ജി. ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബ്ലോക്ക് ഇൻ ഫസ്റ്റ് ടി സെക്കൻഡ്സ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് ബ്ലോക്കിൻ്റെ. സോ ഐ കുഡ് സേ ദാറ്റ് y അല്ലെങ്കിൽ s is equal to ut. Initially velocity 0, so half into acceleration into t square. Turn t naught square and t naught square. ഓക്കെ, അത് കിട്ടി. ഇനി ഫൈൻഡ് വർക്ക് ഡൺ ബൈ നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് ആണെങ്കിൽ നോർമൽ അതേ ഡയറക്ഷൻ തന്നെയാണ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളത്. നോർമൽ ഇൻറ്റു എം ജി പ്ലസ് എ, നേരത്തെ കണ്ടെത്തിയ നോർമൽ ഇൻറ്റു ആക്സലറേഷൻ, നേരത്തെ ഇപ്പം കണ്ടെത്തിയ ആക്സലറേഷൻ, സോറി ആക്സലേഷനൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി അത് നെഗറ്റീവ് ആണെന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള നോർമൽ ഫോഴ്സ് ഈ ലിഫ്റ്റിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് നോർമലും എം ജിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വേറ്റ് ആവുന്ന രീതിയിൽ നോർമൽ ഉണ്ട്. പക്ഷെ എന്താണ് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത പോലെയുള്ള. സോ വി കുഡ് സേ ദാറ്റ് എന്താണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചിലപ്പം നമ്മുടെ ഫ്രെയിം മാറുന്നതനുസരിച്ച് വർക്ക് ഡൺ മേ ബി മാറാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി T0 to T0 ഇൻ ദി ലിഫ്റ്റ് ഫ്രെയിം. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ ബ്ലോക്ക് മൂവ് ചെയ്യുന്നില്ല, ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് മീൻസ് ദർ ഈസ് നോ വർക്ക് ഡൺ ബൈ എം ജി എന്നും പറയാൻ പറ്റും. ഇനി സൂഡോ ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ സൂഡോ ഫോഴ്സ് ഫ്രം T0 ഇൻ ദി ലിഫ്റ്റ് ഫ്രെയിം, അതും 0 തന്നെയാണ്. ഇനി വർക്ക് ഡൺ ബൈ സൂഡോ ഫോഴ്സ് ഫ്രം T0 to T0 ഇൻ ദി ഗ്രൗണ്ട് ഫ്രെയിം എന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് ഫ്രെയിമിലായിരിക്കും സൂഡോ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ആയിരിക്കും ഓക്കെ ഗ്രൗണ്ട് ഫ്രെയിമിൽ അപ്പം എം എ മൈനസ് എം എ ഇൻറ്റു എത്രയാണ് നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് വൈ എന്ന് വിളിക്കാം. അതാണ് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം തെറ്റി. എന്തുകൊണ്ടാണ്? കാരണം ഗ്രൗണ്ട് ഫ്രെയിം നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രൗണ്ട് ഫ്രെയിമിൻ്റെ നമുക്ക് സൂഡോ ഫോഴ്സിന് ആവശ്യമുണ്ട്. സൂഡോ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യൂല. പക്ഷേ സൂഡോ ഫോഴ്സ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? ഒരാൾ ലിഫ്റ്റിന് ഫ്രെയിം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് സൂഡോ ഫോഴ്സ് നമുക്ക് ഉത്തരം തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഗ്രൗണ്ട് ഫ്രെയിമിൽ നമുക്ക് വെറുതെ ഒരു സൂഡോ ഫോഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അന്നേരം മനസ്സിലാക്കണം, ഗ്രൗണ്ട് ഫ്രെയിമിൽ സൂഡോ ഫോഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോഴ്സേ ഇല്ല. അങ്ങനത്തെ ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ 0 ഇൻറ്റു എന്തോ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ്സ് 0. സോ വർക്ക് ഡൺ ഈസ് 0. ദാറ്റ്സ് ഇറ്റ്. അടുത്തെന്താണ് കുറച്ച് എന്താണ് ന്യൂമറിക്കൽ അനാലിസിസ് ആണ്. എന്താണ് എം ഓക്കെ 2m ഉണ്ട്. എന്താണ് ആദ്യം ആക്സലേഷൻ കൊണ്ടുവന്ന ഫോഴ്സ് ദാറ്റ് ഈസ് 2mg മൈനസ് എം ജി. സോ എം ജി ഡിവൈഡഡ് ബൈ മാസ് ദാറ്റ് ഈസ് 3m. സോ നമുക്ക് പറയാൻ പറ്റും ആക്സലേഷൻ ഈസ് g/3 എന്ന് പറയാൻ പറ്റും. g/3 ഈസ് ദി ആക്സലറേഷൻ ഓഫ് ദി 2 ബ്ലോക്സ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 2m ഇൻ T0 to ഓക്കെ 2mൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 2mൻ്റെ ആക്സലേഷൻ അറിയാം. സോ ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ ദാറ്റ് ഈസ് g/3 ഇൻറ്റു T0 സ്ക്വയർ. സോ അത് കിട്ടി 20/3 ആണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി വളരെ സിമ്പിളായി, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. വർക്ക് ഡൺ ബൈ ടെൻഷൻ ആണെങ്കിലോ മൈനസ് TH. നമ്മൾ ജസ്റ്റ് ആ ഒരു എഫ് ഡോട്ട് ഡി അത്ര ചെയ്താൽ മതി. ഈ വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. ഇനി വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സസ് അത് നോക്കാം. ഓക്കെ, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ പല എന്താണ് മേ ബി അത് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ആവാം. ഏത് രീതിയിലാണ് ഫോഴ്സ് FX FY FZ എന്ന ഫോർമാറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് DX, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് DX I ക്യാപ്പ് DY J ക്യാപ്പ് ആണെങ്കിൽ F ഡോട്ട് ഡി രണ്ടും F ഡോട്ട് ഡി ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അഥവാ ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് ഫൈനൽ എക്സ് ഇനീഷ്യൽ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സാർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് F is equal to 2x I ക്യാപ്പ് 3y സ്ക്വയർ J ക്യാപ്പ് 3z ക്യൂബ് K ക്യാപ്പ്. എന്താണ് വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഇഫ് ദി പാർട്ടിക്കൽ ഡിസ്പ്ലേസ് ഫ്രം 1. ഓക്കെ ശരി. അപ്പോൾ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടെത്തണേ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം 2x ഇൻറ്റു DX I ക്യാപ്പ് എന്ന് പറയാം. അത് I ക്യാപ്പ് എന്നറിയാം. എവിടെ മുതൽ എവിടെ വരെ നോക്കിയാൽ എക്സ് എവിടെ മുതൽ 1 മുതൽ 4 വരെ 1 മുതൽ 4 വരെ. അടുത്തത് 3y സ്ക്വയർ DY എവിടെ മുതൽ എവിടെ വരെ y എവിടെ മുതൽ 2 മുതൽ 5 വരെ. സോ 2 മുതൽ 5 വരെ അതാണ് 2 മുതൽ 5 വരെ. ഇനി 8z ക്യൂബ് DZ z എവിടെ മുതൽ 3 മുതൽ 6 വരെ കൊടുക്കുക. ഉത്തരം കിട്ടും. വർക്ക് ഡൺ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനി എന്താണ് F is equal to 2x I ക്യാപ്പ് 10 J ക്യാപ്പ് ഇഫ് ദി പാർട്ടിക്കൽ ഡിസ്പ്ലേസ് ഫ്രം 0 0, 2 4 3 ഫൈൻഡ് വർക്ക് ഡൺ ബൈ ഫോഴ്സ് ആണ് പറയുന്നത് 0 0 മുതൽ 4. അപ്പോൾ എന്ത് ചെയ്യാം 2x എന്താണ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 2x dx എവിടെ മുതൽ എവിടെ വരെ 0 മുതൽ 4 വരെ പ്ലസ് 10 dx ഇൻറ്റഗ്രേറ്റ് എവിടെ മുതൽ എവിടെ വരെ 0 മുതൽ 3 വരെ. dx അല്ല dy ആയിട്ട്, ഇത് കാരണം J ക്യാപ്പ് ആയതുകൊണ്ട്. ശരി, ഇനി ഇൻറ്റഗ്രേറ്റ് ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ. ഓക്കെ, ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് F is equal to 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. ദാറ്റ് മീൻസ് ഇത് വേരിയബിൾ ഫോഴ്സ് അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് നടത്താൻ പറയുന്നത്? ഇനീഷ്യൽ ഫൈനൽ തന്നിട്ടുണ്ട്, വർക്ക് ഡൺ നടത്താൻ പറയുന്നത്. നമ്മൾ എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നടത്തുക. ദാറ്റ് ഈസ് 4i ക്യാപ്പ് 4 അല്ല 5i ക്യാപ്പ് 5j ക്യാപ്പ് 5k ക്യാപ്പ്. അത് മൂന്നും F ഡോട്ട് ഡി ചെയ്യുക. നോർമലായിട്ട് ഒരു രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ എന്താണ് 2 × 5 ദാറ്റ് ഈസ് 10 പ്ലസ് 5 × 3 15 പ്ലസ് 4 × 5 20
35, 45 is the answer. Done. ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് F is equal to x square I cap plus xy j cap is acting on the particle such that the displacement of the particle is from 0, 0 to 3, അപ്പോൾ നമ്മളിപ്പോഴും ചെയ്യുന്ന പോലെ വർക്ക് ഡൺ നടത്താനാണ് പറയുന്നത്. അതാണ് എങ്ങനെ നടത്താം? വർക്ക് ഡൺ നടത്തുന്നത് വളരെ സിമ്പിൾ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഡി എക്സ് എവിടെ നിന്ന് എവിടെ വരെ? 0 മുതൽ 3 വരെ. 0 മുതൽ 3 വരെ. 0 മുതൽ 3 വരെ. അടുത്തത് എക്സ് വൈ ഡി വൈ, കാരണം ജെ ക്യാപ്പ് ആയതുകൊണ്ട് ഡി വൈ എവിടെ നിന്ന് എവിടെ വരെ? 0 മുതൽ 4 വരെ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. വൈ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ക്വസ്റ്റ്യനിൽ ഇത് എക്സ് എന്ന് പറയുന്ന എക്സ്ട്രാ സാധനം അല്ലേ, വൈ കുഴപ്പമില്ല. എക്സിനെ എങ്ങനെയെങ്കിലും മാറ്റി വൈയുടെ ടേംസിലേക്ക് എഴുതണം. സോ ഇവിടെ നമുക്ക് കിട്ടും വൈ ഈ ലൈനിലാണ് ഉള്ളത്. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 3y/4. സോ എക്സിൻ്റെ വാല്യൂ 3y/4 കൊടുക്കാം. സോ 3y/4 കൊടുത്തിട്ട് നോർമലായിട്ട് ഇനി വൈയുടെ ടേംസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ. ഓക്കെ, ഇതൊരു തിയറിയാണ്. തിയറിയല്ല, ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ F1 വർക്ക് ഡൺ ബൈ F2. ഇപ്പോൾ F2 വരക്കാണെങ്കിൽ എന്ത് ചെയ്യാം? F2 എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ് ആക്സിലുണ്ട് വൈ ആക്സിലുണ്ട്. സോ ആദ്യം ആ രണ്ട് എഴുതുക, ഇക്വേഷൻ എഴുതുക. എന്നിട്ട് പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് എക്സ് ആക്സിലുണ്ട് വൈ ആക്സിലുണ്ട്, രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഉത്തരം കിട്ടും. ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഉത്തരം കിട്ടും. F1 ആണെങ്കിൽ 10 ഇൻറ്റു വൈ എക്സ് ആക്സിലുള്ള മാത്രം, ദാറ്റ് ഈസ് 10 ഇൻറ്റു 4, ദാറ്റ് ഈസ് 14. ഡയറക്റ്റ് പറയാൻ പറ്റും. ഓക്കെ, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് നമ്മളിപ്പം പറഞ്ഞ പോലെ എന്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി മനസ്സിലാക്കാൻ വെച്ചാൽ ഡി എസിൻ്റെ പകരം നമ്മൾ ബി ഡി ടി എന്ന് കൊടുത്തു. ബിക്കോസ് വി നോ ദാറ്റ് ഡി എസ് അപ്പോൺ ഡി ടി ഇസ് ഇക്വൽ ടു വി. സോ ഡി എസ് ഇസ് ഇക്വൽ ടു വി ഡി ടി. അങ്ങനെ വി ഡി ടി ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് എഫ് ഡോട്ട് വി ഇൻറ്റു ഡി ടി എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അഥവാ എഫും വെലോസിറ്റി തമ്മിൽ എന്താണ് 90 ഡിഗ്രി ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് 0 എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കി ഓക്കെ, എം 2 കിലോഗ്രാം തന്നിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് ഇതുകൾ T0 മുതൽ 2 സെക്കൻഡ്സ് വരെ. ദാറ്റ് ഈസ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ഡൺ ആണ് നടത്താൻ പറയുന്നത്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഡോട്ട് വി വെലോസിറ്റി ഇൻറ്റു ഡി ടി, അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അവിടെ മുതൽ ടൈം 0 മുതൽ 2 സെക്കൻഡ്സ് വരെ. അപ്പം എഫ് ഡോട്ട് വി വെലോസിറ്റി ഇട്ടാണെങ്കിൽ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഡോട്ട് ഡി കിട്ടും. പിന്നെ ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്താണ് ഇതിലൊന്നും ഡിഫറൻഷിയേറ്റ് ആക്സലേഷൻ കിട്ടും. അതും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നമുക്ക് ആക്സലേഷൻ കിട്ടും. അത് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നേരം നമുക്ക് എന്ത് കിട്ടും? എഫ് ഡോട്ട് വി ഇൻറ്റു ഡി ടി കിട്ടും. എന്ന് വെച്ചാൽ വളരെ മെനക്കെട്ട പരിപാടി എന്തായാലും. പക്ഷേ വേറെ മെത്തേഡ് ഉണ്ട്. വർക്ക് ഡൺ ബൈ ഓൾ നെറ്റ് ഫോഴ്സ് കിട്ടണേ വി നോ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ ജസ്റ്റ് വി നീഡ് ഓൺലി ദ സ്പീഡ് കിട്ടണമെങ്കിൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് സ്പീഡ് കിട്ടും, അല്ലെങ്കിൽ വെലോസിറ്റിയും. ഓക്കെ, ഇതെന്താ അതിനകത്ത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഓരോ സമയത്തുള്ള വെലോസിറ്റി കിട്ടുക. അത് ജസ്റ്റ് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം ഇനീഷ്യൽ സ്ക്വയർ ചെയ്ത് ജസ്റ്റ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. എന്നിട്ട് ടോട്ടൽ നെറ്റ് വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് കിട്ടും. വളരെ സിമ്പിൾ. ഈ ക്വസ്റ്റൻ ആണെങ്കിലോ, ഈ ക്വസ്റ്റൻ ആണെങ്കിൽ ജസ്റ്റ് എക്സ് ടിയുടെ ടേംസിലായിട്ട് എഴുതാം. ആ എക്സ് ടിയുടെ ടേംസിലായിട്ട് എഴുതിയിട്ട് പിന്നെ എന്താ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓരോ സമയത്തുള്ളത് കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് എക്സ് 0 മുതൽ 2 സെക്കൻഡ്സ് വരെ. നമുക്ക് ഇവിടെ എന്താ വെലോസിറ്റി തന്നിട്ടുണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ എക്സ് 2 വരെ ഉണ്ടാകുന്ന സമയത്ത് എക്സ് 2 കൊടുക്കുക. അപ്പോൾ വെലോസിറ്റി എടുത്താൽ, അപ്പോൾ കൈനറ്റിക് എനർജി എടുത്താൽ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി എടുത്താൽ ഉത്തരം കിട്ടും. ഫൈനൽ ചേഞ്ച് കൈനറ്റിക് എനർജി എടുത്താൽ നമുക്ക് ടോട്ടൽ നെറ്റ് വർക്ക് ഡൺ കിട്ടും. അത്രേ ഉള്ളൂ. വളരെ കൺസെപ്റ്റിലാണിത്. ഇത് ഓരോന്നും കേസിലുള്ള നോർമലായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് എങ്ങനെയാണ്? നോർമലായിട്ട് -10x dx എവിടെ നിന്ന് ഇടം വരെ 1 മുതൽ 2 വരെ ആണെങ്കിൽ അപ്പോൾ ഒരു വർക്ക്, ഇനി 1 മുതൽ 2 വരെ അല്ല 0 മുതൽ -2 ആണെങ്കിൽ ഓരോ വാല്യൂസ് കൊടുക്കുക, ഉത്തരം കിട്ടുന്നേ ഉള്ളൂ. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് വളരെ സിമ്പിൾ കൺസെപ്റ്റാണിത്. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇനീഷ്യലായിട്ട് XI ആണ്, ഫൈനലായിട്ട് XF ആണെന്ന് വിചാരിച്ചു. ഇനീഷ്യലായിട്ട് ഏതോ ഒരു പർട്ടിക്കുലർ മേ ബി കംപ്രസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് എലങ്ങേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആയിക്കോട്ടെ. XI ഇനീഷ്യൽ XI, ഫൈനൽ X ഫൈനലാണ്, XF ആണെന്ന് വിചാരിച്ചു. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും FX ദാറ്റ് ഈസ് -KX സ്പ്രിംഗ് ഫോഴ്സ് ഇൻറ്റു DX എവിടെ മുതൽ XI മുതൽ X ഫൈനൽ വരെ. അപ്പോൾ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മനസ്സിലാവും. ദാറ്റ് ഈസ് വി കുഡ് സേ സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് ഇതിൽ -12 KX ഫൈനൽ സ്ക്വയർ -X ഇനീഷ്യൽ സ്ക്വയർ. ഈക്വേഷൻ മാത്രം ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ സ്പ്രിംഗ് ഫോഴ്സ് ആണെങ്കിൽ ദ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് വെൻ സ്പ്രിംഗ് കംപ്രസസ് X ഫ്രം നാച്ചുറൽ ലെങ്ത്. അപ്പോൾ ഇനീഷ്യൽ നാച്ചുറൽ ലെങ്ത് ആണ്. സോ X ഫൈനൽ ഈസ് X അത് തന്നിട്ടുണ്ട്. X ഇനീഷ്യൽ ദാറ്റ് ഈസ് 0. ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ. ഓരോന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനീഷ്യലി എലങ്ങേറ്റഡ് ആണോ അല്ലെങ്കിൽ കംപ്രസ്ഡ് ആണോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനീഷ്യൽ ലെങ്ത് മനസ്സിലാക്കുക, ഫൈനൽ ലെങ്ത് മനസ്സിലാക്കുക. ഫൈനൽ ലെങ്തിൻ്റെ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ ലെങ്തിൻ്റെ സ്ക്വയർ ഇൻറ്റു -12 KX ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഇപ്പം പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്താൽ മതി. എക്സാമ്പിൾ ആണെങ്കിൽ ഇനീഷ്യലായിട്ട്
എക്സിലാണുള്ളത്, ഫൈനൽ 2x അപ്പോൾ വർക്ക് ഡൺ സ്പ്രിങ് കണ്ടെത്തണമെങ്കിൽ -12 k ഫൈനൽ ദാറ്റ് ഈസ് 4x² മൈനസ് ഇനീഷ്യൽ ദാറ്റ് ഈസ് x² ദാറ്റ് ഈസ് 3x² k/2 അത്രയേ ഉള്ളൂ, -2 ഉണ്ട്. വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഒരു എഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സും 2x ദാറ്റ് ഈസ് 3x എന്ന് പറയാൻ പറ്റും. പ്ലസ് ഗ്രാവിറ്റി 0 ബിക്കോസ് അവർ തമ്മിൽ 90 ഡിഗ്രി ആണുള്ളത്. എന്താ ഫ്രിക്ഷൻ ആണെങ്കിലോ ഫ്രിക്ഷൻ ആണ് നെഗറ്റീവ് ആണ് ബിക്കോസ് ഫ്രിക്ഷൻ എപ്പോഴും റിലേറ്റീവ് മോഷൻ ഓപ്പോസിറ്റ് ആണ്. സോ -fk × 3x. ഓക്കെ, പിന്നെ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് അല്ലെങ്കിൽ അത് കണ്ടെത്തി വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ആറ്റ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം. എന്നാൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി വേണമെങ്കിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ.